വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങുമെത്താതെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF. തിരുവനന്തപുരം, ആറ്റിങ്ങൽ തുടങ്ങി ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇപ്പോഴും തർക്കമാണ്. ലോക്സഭാ സീറ്റിലേക്ക് പരിഗണിക്കാവുന്ന ശക്തരും സ്വീകാര്യരുമായ സ്ഥാനാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള പട്ടിക കേരളത്തിൽ തയ്യാറാക്കി നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ലോക്സഭാ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി നടക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന സന്നദ്ധത പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നുണ്ട്. മത്സരിപ്പിച്ചില്ലെങ്കിൽ വിമതനായി മത്സരിക്കുമെന്ന ഭീഷണിയുമുണ്ട്. മാത്രമല്ല, അധിക സീറ്റെന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസ് അതിശക്തമായി എതിർക്കുകയാണ്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്ന് PJ ജോസഫ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. നിലവിലുള്ള കോട്ടയം സീറ്റിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ നൽകണമെന്ന ഉറച്ച ആവശ്യവുമായിട്ടാണ് കേരള കോൺഗ്രസ് നേതാക്കളായ KM മാണിയും PJ ജോസഫും ഉള്ളത്. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ തുടങ്ങിയവർ വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷന്റേതായിരിക്കും. വിജയസാധ്യതയുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. 12, 13 തീയതികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലാണ്. LDF സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയതോടെ ഇനിയും സ്ഥാനാർത്ഥി പട്ടിക വൈകരുതെന്ന നിലപാടിലാണിപ്പോൾ കോൺഗ്രസ്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയാണ് പരിഗണിക്കുന്നത്. ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ പത്തനംതിട്ടയോ ഇടുക്കിയോ നൽകാനും നീക്കമുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. കണ്ണൂരിൽ K സുധാകരനാണ് മുൻതൂക്കം. കരടുപട്ടിക ഇന്ന് തന്നെ തയ്യാറാക്കി അതുമായി നാളെ ഡൽഹിയിലേക്ക് തിരിക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നതോടെ 15-നെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിവരങ്ങൾ.